പിന്നെ ആ സാധു പറയാണ് വലിയൊരു കാര്യമായിട്ട്. എന്താ പറഞ്ഞതെന്ന് അറിയോ? നിങ്ങളെ ഈ മഖാമിലുള്ള ആളുകൾക്ക് വലിയ മഹത്വം ഉണ്ടെങ്കിൽ, വലിയ സ്ഥാനം വലിയ കാരണമൊക്കെ ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾ പറഞ്ഞത്. എന്നാ നിങ്ങൾക്ക് അറിയണോ, മഞ്ഞക്കുളം മക്കാമിൽ കള്ളം കയറിയിട്ട് ഭണ്ഡാരം പൊളിച്ചു. മഞ്ഞക്കുളം മക്കാമിൽ കള്ളം കയറിയിട്ട് ഭണ്ഡാരം പൊളിച്ചു. അപ്പൊ അവളെ വലിയ കറാമത്തുള്ള തങ്ങൾ എന്ത് എഴുന്നേറ്റ് വന്നിട്ട് ഓലെ തടുക്കാഞ്ഞൂ. എന്താപ്പാ അത്? വല്ലാത്തൊരു ചോദ്യം തന്നെ കേട്ടോ. അരശമ മുട്ടണ ചോദ്യം. അവിടെ ഒന്നും നിൽക്കൂല ആ ചോദ്യം, അങ്ങോട്ട് പോകും. ആ ജാതി ചോദ്യം. ഉളുപ്പ് വേണ്ട ഈ ജന്തുക്കൾക്ക് ഇത് ചോദിക്കാൻ. അല്ല, ഞങ്ങളൊന്ന് ചോദിച്ചോട്ടെ. ഞങ്ങൾ ഏതായാലും മശായിഖന്മാരും ഔലിയാക്കന്മാരെയൊക്കെ ഒരു അങ്ങനെ ഒരാൾക്കാർ, ഒരു പോയത്തക്കാരെന്ന് എഴുതിക്കോളി. ഞങ്ങളെ നരകത്തിലേക്കായിട്ട് അള്ളാഹു പടച്ചതാ. നിങ്ങൾ അള്ളാഹിന്റെ സ്വന്തക്കാരല്ലേ. ഞങ്ങൾ നിങ്ങളെ പറ്റി എന്തെല്ലാം പറയുന്നുണ്ട് തരും. ഈ ജാതി വർത്താനൊക്കെ ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾക്ക് അള്ളാഹിനോട് ഒന്നാണ് പറഞ്ഞൂടെ? എന്ത്? പടച്ചോനെ തമ്പുരാൻ, ഈ സക്കാഫിമാരെ ഇത് നശിപ്പിക്കണേ റബ്ബേ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പണി തീരൂലേ? എന്ത് നിങ്ങൾ പറയാത്തത്? എന്താ നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, എന്താ ഞങ്ങൾ നശിക്കാത്തത്? ഒന്ന് പറഞ്ഞാണ്. നിങ്ങളൊന്ന് പറയും. നിങ്ങൾ അള്ളാഹിന്റെ സ്വന്തക്കാരല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഡിസംബർ 6 അയോധ്യയിലെ ബാബരി മസ്ജിദിന്റെ താഴികക്കുടത്തിന്റെ മുകളിൽ കയറി ഈ രാജ്യത്തെ ഫാസിസ്റ്റ് ശക്തികൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്വന്തം ഭവനം, പള്ളിയുടെ മുഴുവൻ താഴികക്കുടകളും അടിച്ച് നിരപ്പാക്കി ബാബരി മസ്ജിദ് പൊളിച്ച് തകർത്തില്ലേ? അത് മഹാന്മാരുടെ മക്ബറല്ലല്ലോ, അത് അള്ളാഹിന്റെ പള്ളിയല്ലേ. എന്തേ അള്ളാഹ്ക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലേ? എന്ന് പറഞ്ഞാൽ നിങ്ങൾ, ഞങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്. അപ്പൊ എന്തേ അള്ളാഹ്ക്ക് നീച്ചു വരാൻ കഴിഞ്ഞില്ലേ? അള്ളാഹ്ക്ക് ഒരു കഴിവില്ലേ? അപ്പൊ അള്ളാഹ്ക്ക് കഴിവില്ല. അതുകൊണ്ടാണ് ഇപ്പൊ ബാബരി മസ്ജിദ് ഈ ക്ഷുദ്രശക്തികൾ പൊളിച്ചത്. അള്ളാഹിന്റെ സ്വന്തം പള്ളിയാണല്ലോ, സ്വന്തം ഭവനാണല്ലോ. അള്ളാഹിന്റെ വീട് എന്ന പള്ളിയെ കുറിച്ച് നമ്മൾ പറയരുത്. ബാബരി മസ്ജിദ് അള്ളാഹിന്റെ സ്വന്തം പള്ളിയാണ്, സ്വന്തം ഭവനമാണ്, വീടാണ്. സ്വന്തം വീട് പൊളിക്കുമ്പോൾ ആരെങ്കിലും കയ്യും കെട്ടി നോക്കി നിൽക്കൂ. അപ്പൊ അമ്മക്ക് ഒരു കാര്യം മനസ്സിലായി. എന്തേ? അള്ളാഹു തന്റെ സ്വന്തം ഭവനം ഈ രാജ്യത്തെ ഫാസിസ്റ്റ് ശക്തികൾ അടിച്ച് തകർത്തി നിരപ്പാക്കിയപ്പോ അള്ളാഹ്ക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പൊ നമുക്ക് മനസ്സിലായി അള്ളാഹ്ക്ക് ഒരു കഴിവില്ല എന്ന് മനസ്സിലായി. നമുക്ക് മനസ്സിലായിട്ടില്ല, മൂപ്പർക്കേ മനസ്സിലായിട്ടുള്ളൂ. കാരണം നമ്മൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് പഠിച്ചവരാണ്. ഇത് രണ്ടും തമ്മിൽ സുഹൃത്തുക്കളെ വ്യത്യാസമുണ്ട് അല്ലെ? മൂപ്പര് ചോദിച്ചല്ലോ, എന്തേ നിങ്ങളെ അങ്ങക്കെതിരെ പ്രാർത്ഥിക്കാത്തത്? അതിന്റെ കാരണം അള്ളാഹുവിന്റെ റസൂലിൽ വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. ആ റസൂലുള്ളാഹിയെ പണ്ട് തായിഫിന്റെ മണ്ണിൽ വെച്ച് ഉപദ്രവിച്ച ആളുകളെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്ക് ആവശ്യപ്പെട്ടപ്പോ മാതൃകാപരമായ റസൂലുള്ള അവർക്ക് പുറത്തു കൊടുക്കാനാ പറഞ്ഞത്. നിങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങൾക്കുള്ള സമീപനത. മറ്റൊന്ന്, ഇത് ഇന്നല്ലെങ്കിൽ നാളെ പോരാനുള്ളതല്ലേ? ഇന്നല്ലെങ്കിൽ നാളെ പോരാനുള്ള ആളുകൾക്ക് ഇതെല്ലാം പ്രാർത്ഥിക്കണ്ടെന്ന് വിചാരിച്ച് ഇപ്പൊ മുസ്ലിംമാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇൻഷാ അല്ലാഹ് അത് തുടർന്നുകൊണ്ടിരിക്കും. സുഹൃത്തുക്കളെ, നിങ്ങൾ